ഹായ് ഫ്രണ്ട്സ്, നമുക്കിത് വായിച്ച് നോക്കാം. സ്വാർത്ഥത സമാധാനം നശിപ്പിക്കും. നോക്കിയാലോ. നിന്റെ ഹൃദയം നീ ദൈവത്തിന് സമർപ്പിച്ചു എന്ന് അവകാശപ്പെടുന്ന വ്യക്തിയാകാം. എന്നാൽ നിന്റെ ഹൃദയത്തിൻ്റെ പകുതി ഭാഗം നീ നിന്റെ തന്നെ താല്പര്യങ്ങൾക്കാണോ കൊടുത്തിരിക്കുന്നത് എന്ന് പരിശോധിക്കുക. അങ്ങനെയാണെങ്കിൽ ദൈവം നിന്റെ കൂടെ ഉണ്ടല്ലോ, നിന്റെ ഹൃദയത്തിലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നീ ഒരു സ്വാർത്ഥനായ മനുഷ്യൻ തന്നെയാണ്. 2 രാജാക്കന്മാരെ നിനക്ക് നിന്റെ ഹൃദയത്തിൽ ഒരേ സമയം വാഴിക്കാൻ സാധിക്കുകയില്ല. നീ സ്വാർത്ഥനാണോ അല്ലയോ എന്ന് സ്വയം പരിശോധിക്കുക. സ്വാർത്ഥത മാറ്റിയെടുക്കുന്നത് അനുസരിച്ചാണ് സമാധാനം നിന്റെ ഹൃദയത്തിൽ നിറയുക. പണം, വസ്തുക്കൾ, സമ്പത്ത് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല നിന്നിൽ സ്വാർത്ഥതയുള്ളതെന്ന് തിരിച്ചറിയണം. നിന്നെ എതിർക്കുന്നവരോട് നിനക്കൊട്ടും ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ നിനക്കുണ്ടോ? ഇങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഈ മേഖലയിൽ നീ സ്വാർത്ഥനാണെന്ന് അറിഞ്ഞുകൊള്ളുക. ഈശോയെ, സ്വാർത്ഥതയെ നിയന്ത്രിക്കാനുള്ള കൃപ തരണമേ. ഓക്കെ.